നമ്മുടെ ഒരു പ്രത്യേകതയാണ് നമ്മളെപ്പോഴും മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മളെ മറ്റുള്ളവരോട് കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരുന്നാൽ, അങ്ങനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പദവിയെയും പൊസിഷനെയും നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും. പിതാവ് ആഗ്രഹിക്കുന്നത് നമ്മൾ മറ്റു മനുഷ്യരുമായി നമ്മളെ കമ്പയർ ചെയ്യണമെന്നല്ല, നമ്മുടെ മൂത്ത സഹോദരനായ യേശുവായിട്ട് നമ്മളെ കമ്പയർ ചെയ്യണമെന്നാണ്. യേശുവിനുള്ള തന്നെയാണോ നമ്മുടെ മേലുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. ദൈവമക്കളെ, നമ്മൾ ക്രിസ്തുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ യെശയ്യാപ്രവചനം 61-ാം വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയും വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയും അറിയുമെന്ന് വചനം പറയുന്നുണ്ട്. മറ്റുള്ളവരുടെ മുമ്പ് പിതാവ് നമ്മളെ തിരിച്ചറിയത്തക്ക രീതിയിൽ നമ്മളെ മാറ്റുകയാണ്. എത്ര പേർക്ക് ഇത് തിരിച്ചറിയാൻ കഴിയുന്നു? പിതാവ് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തുക. എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്? നിങ്ങൾ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന്. ഇതുവരെ നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമായിരുന്നു. ഇനി മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ എന്താ മനസ്സിലാക്കുന്നതെന്നറിയോ? എങ്ങനെ തിരിച്ചറിയുന്നതെന്നറിയോ? നിങ്ങൾ നിങ്ങളുടെ പിതാവായ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്നും മറ്റുള്ളവർ അറിയാൻ പോകുകയാണ്. ഇന്ന് അതിനെ ഡിക്ലെയർ ചെയ്ത്, ഞാൻ മറ്റുള്ളവരുമായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യത്തില്ല, എൻ്റെ യേശുവായിട്ട് ഞാൻ എന്നെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവും: ഞാനും യേശു എന്ന ദൈവപുത്രനെ പോലെ പിതാവാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ അറിയുവാൻ തുടങ്ങും. ഞങ്ങളൊരു പ്രൊഫറ്റിക്കൽ വേർഡിനെ ഡിക്ലെയർ ചെയ്യുന്നു: ലോകം മുഴുവൻ നിങ്ങൾ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ കർത്താവ് നിങ്ങളെ മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പോകുക, പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുക. പിതാവാം ദൈവം തന്നെ, യേശുവിനെ നോക്കി, ഈവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് എല്ലാവരും കേൾക്കെ പിതാവ് അരുൾ ചെയ്തതുപോലെ നിങ്ങളും പിതാവാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി എന്ന് ലോകം അറിയത്തക്ക രീതിയിൽ പിതാവ് നിങ്ങളെ പ്രദർശിപ്പിക്കാൻ പോകുക, നിങ്ങളെ ഡിക്ലെയർ ചെയ്യാൻ പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.